സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരത്തിൽ തകർന്നടിഞ്ഞ് LDF. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF തരംഗമുണ്ടായി. 20-ൽ 18 UDF നേടി. LDF ഒരു സീറ്റിൽ മാത്രം വിജയിച്ചു. തൃശൂരിൽ താമര വിരിയിച്ച് NDA കരുത്തുകാട്ടി. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, പ്രധാനമന്ത്രി അല്പം മുൻപ് BJP ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് കേരളത്തിലെ വിജയത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞു. തലമുറകൾ കണ്ട സ്വപ്നമാണ് കേരളത്തിൽ യാഥാർത്ഥ്യമായത് എന്ന തരത്തിലാണ് തൃശൂരിൽ താമര വിരിയിച്ച് NDA നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ കരുത്തുകാട്ടിയത്. ഈ LDFിൻ്റെ ഒരു അവസ്ഥ പറഞ്ഞാൽ 2019 ശബരിമല ഫാക്ടർ കാരണമാണ് കനിൽ ഒരു തരി മാത്രമായി ഒതുങ്ങിയതെങ്കിൽ ഇത്തവണ ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് തിരിച്ചടിച്ചത് എന്ന് പറയാം. അപ്പോൾ തന്നെ UDFിൻ്റെ വിജയത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെ വിലയിരുത്താം പൊതുവെ? ലക്ഷ്മി, എന്തായാലും NDA ക്യാമ്പുകൾ വളരെ ആവേശത്തിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ NDAക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. വോട്ട് ഷെയറിൽ ഉൾപ്പെടെ വലിയൊരു വർധനവാണ് എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. അതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് താമര മത്സരത്തിൽ ജയിച്ച് തൃശ്ശൂരിൽ ഇപ്പോൾ സീറ്റ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആവേശം ഇരട്ടിയാണ്. ഓരോ മണ്ഡലങ്ങളിലെയും വോട്ട് ഷെയർ പരിശോധിക്കുകയാണെങ്കിലും വലിയ രീതിയിലുള്ളൊരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. അത് ആറ്റിങ്ങൽ മണ്ഡലം പരിശോധിക്കുകയാണെങ്കിലും കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച സമയത്ത് 2,48,000-ഓളം വോട്ടുകളാണ് ലഭിച്ചിരുന്നെങ്കിൽ ഇത്തവണ അത് 3 ലക്ഷത്തിലധികം വോട്ട് ലഭിച്ചു. ആലപ്പുഴയിൽ ഒരു സ്വാധീനം ഇല്ലാതിരുന്നിട്ട് കൂടി അവിടെയും വലിയ രീതിയിലുള്ള ഒരു വോട്ട് ഷെയർ നേടാനായി എന്നുള്ളതാണ്. അത്തരത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കുന്നു. തിരുവനന്തപുരത്ത് തന്നെ ആദ്യഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായിട്ടുള്ള വോട്ടുകൾ നേടുന്നുണ്ടായിരുന്നു. അവിടെയും ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ കഴിഞ്ഞത്. എല്ലാ മണ്ഡലങ്ങളിലും വളരെ ശക്തമായിട്ടുള്ള പ്രകടനം തന്നെയാണ് NDA കാത്തുവച്ചത്. നിയമസഭാ മണ്ഡലങ്ങളിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്തേക്ക് എത്താൻ NDAക്ക് കഴിഞ്ഞു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി LDFിലെ ഇടതുമുന്നണിയെ വന്ന് നോക്കുകയാണെങ്കിൽ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് പറയാൻ കഴിയും. പ്രമുഖർ മത്സരിച്ച ഇടങ്ങളിലെല്ലാം തന്നെ കനത്ത പരാജയമാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. മുൻ മന്ത്രിമാരായിട്ടുള്ള KK ശൈലജയായാലും തോമസ് ഐസക്, C രവീന്ദ്രനാഥ് ഇവർക്കൊക്കെ തന്നെ കനത്ത പരാജയം നേരിടേണ്ടി വന്നു. ഈ MLA ആണെങ്കിൽ KK ശൈലജ, V ജോയി, മുകേഷ് ഇവർക്കൊക്കെ തന്നെ ഒരു പരാജയം, കനത്ത പരാജയം തന്നെയാണ് നേരിടേണ്ടി വന്നത്. ജില്ലാ സെക്രട്ടറിമാർ മത്സരിച്ചെടുത്ത് പരാജയം നേരിടേണ്ടി വന്നു. ധർമ്മടത്തുൾപ്പെടെ CPMന് വളരെ ശക്തമായിട്ടുള്ള ഇടങ്ങളിലൊക്കെ തന്നെ കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. അത് തീർച്ചയായും ഈ ഒരു ഭരണത്തിന്റെ ഒരു ഭരണവിരുദ്ധ വികാരം തന്നെയാണെന്ന് കൃത്യമായി പറയേണ്ടി വരും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വേളയിലൊക്കെ തന്നെ ക്ഷേമ പെൻഷൻ മുടങ്ങിയതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങളൊക്കെ തന്നെ സാധാരണക്കാർക്ക് നിഷേധിക്കപ്പെടുന്നു. അത് അവർക്കിടയിൽ വലിയ രീതിയിലുള്ള അതൃപ്തി ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി. എന്താണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്നുള്ളത് ജനങ്ങളോട് വിശദീകരിക്കാൻ പോലും ഇടത് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. സാധാരണക്കാർക്ക് ഏറ്റവും ആശ്രയമായിട്ടുള്ള എല്ലാ പദ്ധതികളും നിലയ്ക്കുന്നു, എല്ലാ സഹായങ്ങളും നിലയ്ക്കുന്നു. എന്നാൽ മറുവശത്ത് യഥേഷ്ടം സർക്കാരിന്റെ ധൂർത്ത് തുടരുന്നു. കേരളീയം, നവകേരള സദസ് ഉൾപ്പെടെയുള്ള പരിപാടികൾ കോടികൾ ചിലവഴിച്ച് അനാവശ്യമായി പണം ചിലവഴിക്കുന്നു, വിദേശയാത്രകൾ നടത്തുന്നു. ഇത്തരത്തിൽ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുടനീളം അലയടിച്ചിരിക്കുന്നു. അത് ഇതിൽ നമുക്ക് വളരെ വ്യക്തമായി ഈ ഒരു കനത്ത തോൽവിയിൽ നിന്നും അറിയാൻ കഴിയും. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ പന്ന്യൻ രവീന്ദ്രൻ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് ദയനീയമായ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഏതായാലും ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ NDAക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ലക്ഷ്മി.